ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനെ കുറിച്ചാ. എനിക്കതിനെ കുറിച്ചൊന്നും സംസാരിക്കാനില്ല. എനിക്ക് സംസാരിക്കണം. എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് നാളെ സംസാരിക്കാം. ഇവളെന്താ ഇങ്ങനെ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സംസാരിക്കണം പോലും. എന്ത് സംസാരിക്കാൻ? ഇനി ഒന്നും സംസാരിക്കാനില്ല. അവളുടെ കൂടെ ജീവിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളെ തീർക്കാൻ തന്നെ എന്റെ തീരുമാനം. രാത്രി പിന്നെ വഴക്കൊന്നും കേട്ടില്ല. ഇനി രണ്ടുപേരും കൂടി കോംപ്രമൈസ് ആയതാണോ? അവധിയെടുത്തിയുടെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ വിശ്വസിക്കാൻ വയ്യ. ഇപ്പോഴത്തെ നിശബ്ദത ഒരു വലിയ പൊട്ടിത്തെറിക്ക് മുമ്പുള്ള ശാന്തത മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നന്ദേട്ടൻ വെഡിങ് ആനിവേഴ്സറി ഉപേക്ഷിച്ചിട്ട് സന്ധ്യ ഡോക്ടറുടെ ബർത്ത്ഡേക്ക് പോയത് തീരെ ശരിയായില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിച്ചത് ഇനി മാറ്റാൻ പറ്റില്ലല്ലോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് ന്യായീകരിക്കാൻ പറ്റില്ല. ജീവിതം എന്ന് പറയുന്നതേ നമ്മൾ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പലതും ഉണ്ട്. ജീവിതകാലം മുഴുവൻ ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഇഷ്ടമുള്ള ഒരാളോടൊപ്പം അല്പകാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നതാണെന്ന് തോന്നിയാൽ ആർക്ക് കുറ്റം പറയാൻ പറ്റും? നമുക്ക് ചുറ്റിലും നാം കാണുന്ന മനുഷ്യരെല്ലാം പലതരത്തിൽ അസ്വസ്ഥരാ. ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതിന്റെ നിരാശയുള്ളവരാ. പലരും പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. എന്നാലും നന്ദേട്ടന്റെയും അവന്തികേട്ടത്തിന്റെയും ജീവിതം ഒരു വല്ലാത്ത അഡ്ജസ്റ്റ്മെന്റ് ആയിപ്പോയി. എന്നെ കണ്ടപ്പോ നിങ്ങൾ എന്താ സംസാരം നിർത്തിക്കളഞ്ഞത്? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ആയിരുന്നോ, അതോ എന്നെ കുറിച്ച് തന്നെ ആയിരുന്നോ പറഞ്ഞത്? അങ്ങനെ കേൾക്കാൻ പാടില്ലാത്ത ഒന്നുമില്ല. ഇന്നലത്തെ കാര്യത്തെ കുറിച്ച് എന്നെ സംസാരിച്ചോണ്ടിരുന്നത്. ഇന്നലത്തെ കാര്യല്ലേ, അത് കഴിഞ്ഞു പോയില്ലേ. ഇനി നമുക്ക് ഇന്നത്തെ കാര്യം നോക്കിയാ പോരെ? ആഹാ, നിങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ ചായക്ക് റെഡിയാക്കി കഴിഞ്ഞോ? അതിരെ, നന്ദേട്ടനൊരു ചായ എടുത്തേ, ഞാൻ കൊണ്ടു കൊടുത്തോളാം. നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ പരസ്പരം അന്തം വിട്ട് നോക്കുന്ന? അത്ഭുതം തോന്നുന്നുണ്ടോ? ഭർത്താവിന് ഭാര്യ ചായ കൊടുക്കാൻ പോകുന്നതില് എന്താ ഇത്ര അത്ഭുതം? ഇന്നലെ വെഡിങ് ആനിവേഴ്സറിക്ക് നിൽക്കാതെ നന്ദേട്ടൻ പോയി സന്ധ്യയുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഒരു റെസ്റ്റോറന്റിൽ അവര് രണ്ടുപേരും കൂടി ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് പരസ്പരം ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് കാമുകി കാമുകന്മാരെ പോലെ. പോലെന്നല്ല, അവരങ്ങനെ തന്നെയാ. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അർച്ചനയ്ക്കല്ലേ? നീ ഞെട്ടണ്ട. അവര് തമ്മിൽ കണ്ടുമുട്ടിയ ആ റെസ്റ്റോറന്റില് ഞാനും ഉണ്ടായിരുന്നു.